ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഹിമസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ സദ്യകളുടെ കറികളിൽ നമ്മുടെ എല്ലാ ടേസ്റ്റ് ബഡ്സിനെ ഉണർത്താൻ കഴിയുന്ന ഒരൊറ്റ കറിയേ ഉള്ളൂ, അത് നമ്മുടെ ഇഞ്ചിക്കറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എല്ലാവരും 100 കറിക്ക് തുല്യമാണ് ഒരൊറ്റ കറി എന്ന് പറയുന്നത്. ഇഞ്ചിക്കറി ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം, അതായത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 250 ഗ്രാം കഴുകി വൃത്തിയാക്കി ഒരേ കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ഇഞ്ചി കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എല്ലാ ഇഞ്ചി കഷ്ണങ്ങളും ഒരുപോലെ കറക്റ്റ് ആയിട്ട് ചിപ്സ് പോലെ വറന്നു വരണം. അതിനു വേണ്ടിയാണ്. ഇത് നന്നായി ചുമക്കെ വറുത്തെടുക്കണം. ഇപ്പൊ നമുക്ക് ഇച്ചിരി എണ്ണ ഒക്കെ കുറവാന്ന് തോന്നും, പക്ഷെ ഇത് ചൂടായി വറക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വെള്ളമയൊക്കെ റിലീസായിട്ട് ഇഞ്ചിയൊക്കെ ചുരുങ്ങി വരും. കണ്ടല്ലോ, ഇതുപോലെ വരും. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ കുത്തൽ കുറഞ്ഞു വരും, ഇഞ്ചിയുടെ എരിവ് കുറഞ്ഞു വരും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. ഇനി വീണ്ടും നമ്മുടെ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കണം. ആ എണ്ണ ഒട്ടും കളയാൻ പാടില്ല. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു വറ്റൽ മുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചു കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി സ്റ്റൗ സ്റ്റിമ്മിലേക്ക് ആക്കിയിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി. അത് പിരിയൻ മുളകിന്റെ പൊടി ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ എടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ കായം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം 1 ഗ്ലാസ് വെള്ളമുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം. ഈ ശർക്കരയാണ് ഇതിന് ടേസ്റ്റുകളൊക്കെ ബാലൻസ് ചെയ്യുന്നത്. ഈ ഇഞ്ചിക്കറിക്ക് പുളിയുടെ ടേസ്റ്റും മധുരത്തിന്റെ ടേസ്റ്റും ഒന്നും ഓവറായി നിൽക്കില്ല. എല്ലാം കറക്റ്റ് പാകത്തിനുണ്ടാവും. ഇതിപ്പോ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കറി നമ്മൾ ഓണത്തിന്റെ സദ്യ കഴിഞ്ഞ് മിച്ചം വന്നാലും ഇത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും തിരുവിതാംകൂർ സ്റ്റൈൽ ഇഞ്ചിക്കറി. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.